അറിവിന്റെ ലോകത്തേക്ക് ജനമനസ്സുകളെ കൂട്ടിക്കൊണ്ടുപോകാൻ വായനാ ദിനത്തിൽ വേറിട്ട മാതൃകയുമായി മുണ്ടക്കയം CMS ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. വായനയുടെ മഹത്വവും പ്രാധാന്യവും വിദ്യാർത്ഥികളിൽ മാത്രം ഒതുക്കാതെ പൊതുജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിലെ കുട്ടികൾ മുണ്ടക്കയം ടൗണിലിറങ്ങി വിജ്ഞാനോത്സവം തീർത്തത്. ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾ, ബസ്, ടാക്സി സ്റ്റാൻഡുകൾ, കാൽനട യാത്രക്കാർ എന്നിവരിലേക്കാണ് വിദ്യാർത്ഥികൾ അറിവിന്റെ പുസ്തകങ്ങളുമായി എത്തിയത്. വഴിയാത്രക്കാരോടും വ്യാപാരികളോടും ഡ്രൈവർമാരോടും വായനയെയും പൊതുവിജ്ഞാനത്തെയും മുൻനിർത്തി കുട്ടികൾ ചോദ്യങ്ങൾ ചോദിച്ചു. കൗതുകത്തോടെയും ആവേശത്തോടെയും ചോദ്യങ്ങളെ നേരിട്ട പൊതുജനങ്ങളിൽ ശരിയായ ഉത്തരം നൽകിയവർക്ക് വിദ്യാർത്ഥികൾ സമ്മാനമായി നൽകിയത് അറിവിന്റെ ലോകം തുറക്കുന്ന പുസ്തകങ്ങളായിരുന്നു. മലയാള ഭാഷയുടെ പിതാവാണ്. അടുത്തേക്ക് ആടുജീവിതം സിനിമ അറിയണോ? ആടുജീവിതം അതില് അഭിനയിച്ച നടൻ ആരാണെന്ന് പറഞ്ഞു. ഇവിടെ ആരോ ശരിയുത്തരം പറഞ്ഞല്ലോ. ആരാ? ഓക്കെ ഓക്കെ ഓക്കെ. അടിപൊളി. CMS ഹൈസ്കൂളിൽ മുണ്ടക്കയത്തിലുള്ള വിദ്യാർത്ഥികളാണ്. വായനാ ദിനത്തോടനുബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്നാണ്. കറക്റ്റ് ആൻസറാണ് ബുക്ക് സമ്മാനമായിട്ട് കിട്ടും. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. കേരളത്തിന്റെ ഭരണഭാഷ ഏതാ? വായനാശാലകളിലും വിദ്യാലയങ്ങളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന വായനാ ദിന ചിന്തകളെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. വായന മരിക്കുന്നു എന്ന് പറയുന്ന ആധുനിക യുഗത്തിൽ പുസ്തകങ്ങളെ നെഞ്ചോട് ചേർക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുന്നതായിരുന്നു കുട്ടികളുടെ ഈ വേറിട്ട വായനാ ദിനാചരണം. മുണ്ടക്കയം ടൗണിൽ വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ പരിപാടിയിൽ അധ്യാപകരും PTA ഭാരവാഹികളും വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. സ്കൂളിൽ നടന്ന പ്രത്യേക അസംബ്ലിയോടെയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വായനാ വാരത്തിന് തുടക്കം കുറിച്ചത്. വായനാ ദിന സമ്മേളനം വാർഡ് മെമ്പർ താര മോബി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ എബ്രഹാം P. ജോസഫ് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് PTA പ്രസിഡന്റ് ഉല്ലാസ് KJ ഒരു കൃതി വായിച്ചുകൊണ്ട് വായനാ വാരത്തിന് തുടക്കം കുറിച്ചു. അധ്യാപകരും PTA ഭാരവാഹികളും വിദ്യാർത്ഥികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി.